ശങ്കുറ്റി ദാസ്, ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ തുടക്കത്തിലെ ചൂണ്ടിക്കാണിച്ചു. എവിടെയൊക്കെയാണ് പാളിച്ചകൾ വന്നിട്ടുള്ളത് എന്നുള്ളത് ഒന്ന് വിശദമായി പരിശോധിക്കുകയാണെങ്കിൽ ഈ പാളിച്ചകളൊക്കെ തന്നെ നേരത്തെയും വന്നിട്ടുള്ളതാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നു. അതായത് കൃത്യമായി ഇത് ആവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഈ വീഴ്ചകൾ ആവർത്തിക്കുന്ന ഒരു പ്രവണത എന്തുകൊണ്ട് വരുന്നു എന്നുള്ളതാണ്. അത് ഒരു ഭാഗത്ത് നിൽക്കുന്നു. രണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ വരുന്ന ഭക്തന് ഒരു ദുരനുഭവം മാത്രം ഈ തീർത്ഥാടന കാലം സമ്മാനിക്കുന്നതിലൂടെ മനസ്സിൽ പിന്നീട് അവിടേക്ക് കടന്നു ചെല്ലണമോ എന്നുള്ള ഒരു ചിന്തയിലേക്ക് കൂടി തള്ളിവിടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോഴും ഈ കച്ചവട ലാഭം മാത്രം നോക്കിക്കൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്ന ദേവസ്വം ബോർഡിന് അത് തിരിച്ചടിയാകും എന്നുള്ളൊരു സാമാന്യ ബോധത്തിലേക്ക് കൂടി എത്തേണ്ടതില്ലേ? കാരണം അവിടെയുള്ള ശക്തി, ഈശ്വര ചൈതന്യം എന്ന് പറയുന്നത് അവിടെ വന്ന് സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിക്കുന്ന അങ്ങേറ്റം നിഷ്കളങ്കമായി കരഞ്ഞുകൊണ്ട് വിളിക്കുന്ന ആ ഭക്തരിൽ നിന്നുണ്ടാകുന്ന ചൈതന്യമാണ് അവിടെ പ്രതിഫലിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബോധം പോലും ദേവസ്വം ബോർഡിനില്ലേ? അതോ കുറച്ചു കാലം എങ്ങനെയെങ്കിലും കൈയിട്ട് വാരി കൊള്ള നടത്തുക, പിന്നീട് അതിന്റെ ചൈതന്യമെല്ലാം നശിപ്പിക്കുക എന്നുള്ളത് തന്നെയാണോ അവരുടെയും ഉദ്ദേശം? തീർച്ചയായിട്ടും അതെ. നമുക്ക് ആസ്തിക്യ ബുദ്ധി എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ഈശ്വരനിലുള്ള വിശ്വാസമാണ് ഇത്തരത്തിലുള്ള ദേവസ്വം പോലെയുള്ള സംവിധാനങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ആദ്യത്തെ യോഗ്യത. നിങ്ങൾക്ക് വിശ്വാസമില്ലാത്തൊരു സംവിധാനത്തെ നിങ്ങൾക്ക് സംരക്ഷിക്കാൻ സാധിക്കില്ല. അത് തകരുമ്പോൾ നിഗൂഢമായെങ്കിലും നിങ്ങൾ ആനന്ദിക്കുകയായിരിക്കും എന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഈശ്വര വിശ്വാസമല്ലാത്ത ആളുകൾ, അയ്യപ്പനെ മാനിക്കാത്ത ആളുകൾ, ശബരിമലയുടെ ക്ഷേത്ര ചൈതന്യത്തെയോ താന്ത്രിക പദ്ധതിയോ വിലമതിക്കാത്ത ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്ക് കീഴിൽ ദേവസ്വത്തിന്റെ ഭരണം വന്നു കഴിഞ്ഞാൽ അതവരൊരു ക്യാഷ് ഫ്ലോ ആയിട്ട് പണം ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു മാർഗമായി മാത്രമേ കാണുള്ളൂ. അങ്ങയുടെ രണ്ട് ചോദ്യങ്ങളും ബന്ധിതമാണ്. ആദ്യത്തെ ചോദ്യം എന്തുകൊണ്ട് ഒരേ വീഴ്ചകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ ചോദ്യം എന്തുകൊണ്ട് ഈ പറയുന്ന പ്രവർത്തികൾ നാളെ തങ്ങൾക്ക് തന്നെ തിരിച്ചടിയാവും എന്നുള്ള ചിന്ത ഇവർക്ക് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. ഇത് രണ്ടിന്റെയും കാരണം ഇവർക്ക് അയ്യപ്പനെ പറ്റിയിട്ടോ അയ്യപ്പ ഭക്തനെ പറ്റിയിട്ടോ യാതൊരു ചിന്തയും ഇല്ല എന്നുള്ളതാണ്. ഇവരുടെ പ്രശ്നം ശബരിമല എന്ന് പറയുന്ന ക്ഷേത്രത്തിന്റെ ലോകം മുഴുവനുള്ള വിസിബിലിറ്റി, സ്വീകാര്യത, ഇതിനു വേണ്ടിയിട്ടാണല്ലോ അയ്യപ്പ ഭക്ത സംഗമം നടത്തിയത്. എന്നാൽ ലോകത്തിന് മുഴുവൻ മുൻപിൽ ശബരിമലയെ ഒരു സ്പിരിച്വൽ കേന്ദ്രമായി പ്രൊജക്ട് ചെയ്ത് കൂടുതൽ ആളുകളെ അങ്ങോട്ട് ആകർഷിച്ച് അതുവഴി ശബരിമല മാസ്റ്റർ പ്ലാൻ നടപ്പാക്കാനുള്ള ധനസമാഹരണം നടത്തുക, അതിനു വേണ്ടിയിട്ട് പലതരത്തിലുള്ള പ്രിവിലേജ് കാർഡുകൾ ഇഷ്യൂ ചെയ്യുക, ഈ വരുന്ന ആളുകൾക്ക് VIP സൗകര്യങ്ങൾ കൊടുക്കുക, ഇങ്ങനെ ശബരിമലയുടെ PR എക്സർസൈസസ് നടത്തുന്നു എന്നല്ലാതെ ആ ക്ഷേത്രത്തിലെ പൂജാതി കാര്യങ്ങൾ നന്നായി നടക്കുന്നുവെന്നോ അവിടെ വരുന്ന തീർത്ഥാടകർക്ക് അടിസ്ഥാനപരവും മാന്യവുമായിട്ടുള്ള സൗകര്യങ്ങൾ കിട്ടുന്നുവെന്നോ ഉറപ്പുവരുത്തണമെന്നുള്ളത് ഇവരുടെ കൺസേണേ അല്ല. ഇവര് ശബരിമലയിലെ ഭക്തനെ പറ്റി ചിന്തിക്കുന്നു പോലില്ല. അതുകൊണ്ടാണല്ലോ അയ്യപ്പ സംഗമം നടത്തിയപ്പോഴും അടുത്ത മാസം നടക്കാനിരിക്കുന്ന മണ്ഡലകാലത്തെ പറ്റി ഇവര് ചിന്തിക്കാതിരുന്നത്. ഇപ്പൊ പറയുന്നത് ആദ്യത്തെ 1-2 ദിവസങ്ങളിൽ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, നാളേക്ക് ഞങ്ങളിത് പരിഹരിച്ചോളാന്ന്. നാളെ നിങ്ങളിത് പരിഹരിക്കുമ്പോൾ ഇന്നലെ എന്തെങ്കിലും അനർത്ഥം സംഭവിച്ചിരുന്നെങ്കിൽ അതിന് ആര് ഉത്തരവാദിത്വം പറയുമായിരുന്നു? ഈ ശബരിമല വനമേഖലയ്ക്കുള്ളിൽ, കാട്ടിനുള്ളിലാണ് നിലയ്ക്കൽ മുതൽ പമ്പ വരെയുള്ള 17 കിലോമീറ്റർ ആളുകൾ 14-15 മണിക്കൂർ ബ്ലോക്കായി നിന്നിട്ടുള്ളത്. ആ കൂട്ടത്തിൽ ചെറിയ കുട്ടികളുണ്ടായിരുന്നു. ഒരു ഭക്ഷണം കഴിക്കാൻ ഒരു പെട്ടിക്കട പോലും ഇല്ല. ഒരു വനമേഖലയാണത്. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഭക്ഷണം മേടിക്കാനോ ഒരു വെള്ളം കുടിക്കാനോ പറ്റില്ല. ഭക്ഷണം കിട്ടാതെ, മരുന്ന് കിട്ടാതെ, അടിസ്ഥാന സൗകര്യങ്ങൾ കിട്ടാതെ പരിഭ്രാന്തരായിട്ട് ഇത്രയും ജനങ്ങൾ ഇത്രയും സമയം ചെലവഴിച്ചതിന് എന്ത് ന്യായീകരണമാണ് നിങ്ങൾക്കുള്ളത്? എന്നിട്ട് ഇവരുടെ ഒരു നിരാശ എത്രയാണെന്ന് മനസ്സിലാക്കാൻ ഞാനൊരു ഒറ്റ ഉദാഹരണം മാത്രം പറയാം. ഇപ്പൊ ശബരിമലയിൽ ഇന്ന് രാവിലെ ആയപ്പോ തിരക്ക് ക്രമാതീതമായി വർദ്ധിച്ചു. ഈ കർപ്പൂരാവിക്ക് മുകളിലൂടെയൊക്കെ ആളുകൾ ചവിട്ടി കയറി വരുന്ന സാഹചര്യം ഉണ്ടായി. തിരക്ക് നിയന്ത്രിക്കാൻ ഇവർ ചെയ്ത വഴി എന്താണെന്നറിയോ? ശബരിമലയിലെ ദർശന സമയം 2.5 മണിക്കൂർ അങ്ങോട്ട് കൂട്ടി. അതായത് തിരക്കുണ്ടാവുമ്പോഴെല്ലാം ഇവർ ചെയ്യുന്ന പരിപാടി ദർശന സമയം കൂട്ടുക എന്ന് പറയുന്നതാണ്. ഇത് മൂർത്തിയോടുള്ള തരിമ്പും വിലയില്ലായ്മയാണ് കാണിക്കുന്നത്. കാരണം ക്ഷേത്രത്തിലെ മൂർത്തി എന്ന് പറയുന്നത് കേവലം കല്ലോ വിഗ്രഹമോ ബിംബമോ അല്ല, അത് ചൈതന്യമുള്ള ഒരു മൂർത്തിയാണ്. അമൂർത്തമായിട്ടുള്ള ഈശ്വര സങ്കല്പത്തെ മൂർത്തമായിട്ടുള്ള ഒരു വിഗ്രഹത്തിലേക്ക് സന്നിവേശിപ്പിച്ച് അതിന് പ്രാണൻ കൊടുത്ത് ചൈതന്യം കൊടുത്തിട്ടാണ് ക്ഷേത്രമൂർത്തി ഉണ്ടാക്കുന്നത്. ക്ഷേത്രമൂർത്തിക്ക് വികാര വിചാരങ്ങളും എല്ലാ തരത്തിലുള്ള ചിന്താ പദ്ധതികളും ഉണ്ട്. മൂർത്തിക്ക് വിശപ്പുണ്ട്, ദാഹമുണ്ട്, ഉറക്കമുണ്ട്. അതുകൊണ്ടാണ് രാവിലെ വിളിച്ച് എണീപ്പിക്കുന്നത്, കുളിപ്പിക്കുന്നത്, വസ്ത്രം ധരിപ്പിക്കുന്നത്, സമയത്ത് നേദ്യം കൊടുക്കുന്നത്, രാത്രി പാട്ടുപാടി ഉറക്കുന്നത്. ഈ മൂർത്തിക്ക് ഒരു സമയക്രമം നിയമപ്രകാരം, നിയമങ്ങൾ പ്രകാരം, ആചാരപ്രകാരം നിശ്ചയിച്ചിട്ടുണ്ട്. അതിനാണ് നിയമം നിശ്ചയിക്കുക എന്ന് പറയാ. അതിൽ രാവിലെ മൂർത്തി എണീക്കേണ്ട സമയം എത്രയാണ്, അഭിഷേകത്തിന്റെ സമയം എത്രയാണ്, നേദ്യം കൊടുക്കേണ്ട സമയം എത്രയാണ്, എപ്പോഴാണ് നട അടയ്ക്കേണ്ടത്, എപ്പോഴാണ് നട തുറക്കേണ്ടത്, എപ്പോഴാണ് രാത്രി അവസാനം ശിവേലി നടത്തേണ്ടത്, ഈ കാര്യങ്ങൾക്കെല്ലാം കണക്കുണ്ട്. നിങ്ങൾക്ക് ക്രൗഡ് മാനേജ്മെന്റിന് വേണ്ടിയിട്ടോ തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടോ മൂർത്തി ഇന്ന് ഉച്ചയ്ക്ക് 1 മണി തൊട്ട് 3 മണി വരെ എക്സ്ട്രാ ഡ്യൂട്ടി എടുത്തോട്ടെ, അധിക പണി എടുത്തോട്ടെ എന്ന് പറയാനുള്ള അധികാരമില്ല.
അതല്ലെങ്കിൽ നിങ്ങൾക്ക് രാത്രി തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടി 11 മണിക്ക് കിടത്തി ഉറക്കേണ്ട മൂർത്തി ഇന്ന് രാത്രി 1 മണിക്ക് ഉറങ്ങിയാൽ മതി നിശ്ചയിക്കാൻ അധികാരമില്ല. മൂർത്തിക്ക് വിചാരങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കണം. മൂർത്തിക്ക് അനുഗ്രഹഭാവം പോലെ നിഗ്രഹഭാവമുണ്ട്. മൂർത്തി വഴിപാട് കൊണ്ട് പ്രസാദിക്കുന്നത് പോലെ നിരാസം കൊണ്ട് കോപിക്കുകയും ചെയ്യുന്നുണ്ട്. 11 മണിക്ക് ഹരിവരാസനം കേട്ട് ഉറങ്ങേണ്ട അയ്യപ്പനെ ഇന്ന് തിരക്കത്തിന് കൂടുതലാണ്, അതുകൊണ്ട് 1:30 മണിക്ക് ഉറങ്ങിയാൽ മതി എന്നുകൊണ്ട് 12 മണിക്ക് 1 മണിക്ക് ഇരുത്തുമ്പോൾ അവിടെ വരുന്ന ഭക്തരെ അയ്യപ്പനെ അനുഗ്രഹിക്കുകയാണോ ചെയ്യുക, അതോ ഈർഷ്യ കൊണ്ട് ശപിക്കുകയാണോ ചെയ്യുക എന്നുള്ള ചിന്തയുണ്ടല്ലോ. ഈ ചിന്ത ഉണ്ടാവണമെങ്കിൽ നിങ്ങൾക്ക് ആസ്തിക്യം വേണം. ആ ഇരിക്കുന്നത് കേവലം കല്ലോ മരമോ വിഗ്രഹമോ ബിംബമോ അല്ല, അത് ചൈതന്യമുള്ള ഒരു മൂർത്തിയാണെന്നും ആ മൂർത്തിക്ക് വിചാരങ്ങൾ ഉണ്ടെന്നുള്ള ചിന്ത വേണം. അതില്ലാതിരിക്കുമ്പോഴാണ് നിങ്ങളുടെ ക്രമക്കേടിന്റെയും നിങ്ങളുടെ കഴിവില്ലായ്മയുടെയും നിങ്ങളുടെ അനാസ്ഥതയുടെയും പരിഹാരത്തിന് വേണ്ടി നിങ്ങൾ മൂർത്തിയെ കൊണ്ട് ഇരട്ടിപ്പണി എടുപ്പിക്കുന്നത്, നിങ്ങൾ മൂർത്തിയെ കൊണ്ട് എക്സ്ട്രാ ഡ്യൂട്ടി എടുപ്പിക്കുക ചെയ്യുന്നത്. ശബരിമല ക്ഷേത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ അയ്യപ്പന. അയ്യപ്പന്റെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ബാക്കി എല്ലാവരും, അല്ലാതെ നിങ്ങളുടെ എല്ലാവരുടെയും സൗകര്യത്തിന് വേണ്ടിയിട്ട് അയ്യപ്പനല്ല. അയ്യപ്പൻ കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ പ്രത്യക്ഷ അയ്യപ്പന്മാര് ഭക്തന്മാരാണ്. അവരെയാണ് പിന്നീട് ഏറ്റവും പ്രധാനമായി പരിഗണിക്കപ്പെടേണ്ടത്. അവരീ കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന ദേവസ്വം ബോർഡും മറ്റേതും ഒക്കെ ഉള്ളത്. ഇവിടെ എല്ലാം തലകുത്തരിയാണ്. എന്താ, ഇവിടെ മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും നേതാക്കന്മാരോട് ഏറ്റവും വലിയ ആളുകൾ. അവർക്ക് ഈ പറയുന്ന തിരക്കും ക്യൂ ഒന്നുമില്ല. അവർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ പറയുന്ന പോലെ മല കയറേണ്ട കാര്യം പോലുമില്ല. അവരെ ട്രക്കിലൊക്കെ കയറ്റി മുകളിൽ കൊണ്ടുപോയിട്ട് നേരെ വടക്കേ നട വഴി കയറ്റിയിട്ട് ഏറ്റവും മുന്നിൽ കൊണ്ടേ നിർത്തും. അവർക്ക് ഭക്തി പോലും ഇല്ല. അവരുടെ കയ്യിൽ തീർത്ഥം കൊടുത്തു കഴിഞ്ഞാൽ അതൊന്ന് സാനിറ്റൈസർ പോലെ കഴുകി കളയുക ചെയ്യുന്നത്, കൈ കഴുകുക ചെയ്യുന്നത്. അവർക്കൊന്ന് കൈയെടുത്ത് കുമ്പിടാനുള്ള മനസ്സ് പോലും ഇല്ല. അങ്ങനെയുള്ള ആളുകളാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ. അവിടെ കൊള്ളയടിക്കുന്നവർ, കള്ളന്മാർ, ജയിലിൽ കിടക്കുന്നവർ, അവരാണ് അവിടുത്തെ ഏറ്റവും പ്രധാനമാര്. പിന്നെയുള്ള പരിഗണന മാത്രമാണ് അയ്യപ്പന്മാർക്ക് കിട്ടുന്നത്. അവർ കുറച്ച് പൈസ ഇടുന്നത് കൊണ്ട് ചെറിയൊരു കൺസിഡറേഷൻ ഉണ്ട്. ഏറ്റവും കുറഞ്ഞ പരിഗണന അയ്യപ്പസ്വാമിക്കാണ്. അയ്യപ്പസ്വാമിയുടെ ഏറ്റവും അവസാനം പരിഗണിക്കപ്പെടുന്ന ആള് ഈ വിപരീതമായിട്ടുള്ള മനോഭാവമുള്ള ദേവസ്വം ബോർഡ് മാറാതെ ഭക്തിയുള്ളവരുടെ ഭരണം വരാതെ ശബരിമലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടില്ല, ഒരു കാലത്ത് പരിഹരിക്കപ്പെടില്ല. അതെ.